മോഹൻ വർഗീസ്, ഇവിടെ CPIയുടെ എതിർപ്പ് കാര്യമാക്കേണ്ടതുണ്ടോ? ഇതിനു മുൻപും CPI പലതവണ എതിർപ്പ് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇവിടെയും ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ അവരുടെ ചിഹ്നത്തിലുള്ള ആ കാര്യം പറഞ്ഞാൽ പോരെ, ഇല്ലേ? നെൽക്കതിരിൻ്റെ വില പോലുമില്ല എന്ന ശ്രീജിത്ത് പണിക്കരുടെ ഒരു പരാമർശം വളരെ അർത്ഥഗർഭമായ കാര്യമാണ്. എത്രത്തോളം വിലയാണ് ഒരു മുന്നണി സംവിധാനത്തിൽ CPIക്ക് ലഭിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. ഇവിടെ വൈരുദ്ധ്യമുണ്ട്, ഭൗതികതയുമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് സെൻസിൽ പറയുന്ന ഒരു ലാർജർ സെൻസിലല്ല, സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചല്ല, മറിച്ച് വൈരുദ്ധ്യങ്ങളുടെ വലിയ ഒരു കലവറ തന്നെ തുറക്കുകയാണ് നമ്മുടെ മുമ്പിൽ. നോക്കൂ, ശ്രീ ശിവൻകുട്ടി പറയുന്നത് എന്താണ്? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എന്താണ്? ഈ പറയുന്ന പദ്ധതി നടപ്പാക്കിയേ തീരൂ, കാരണം ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ഫണ്ടുകൾ വാങ്ങി എടുക്കേണ്ടതുണ്ട്, നമുക്ക് അവകാശപ്പെട്ടതാണ്. ഏതാണ്ട് 8400 കോടി രൂപയുടെ വരുമാനമാണ് വരേണ്ടത്. അതിൽ ഈ ഒരു പദ്ധതി അനുസരിച്ചെങ്കിലും 1466 കോടിയുടെ ഒരു ഫണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് ലഭിക്കേണ്ടതാണ്. അതേസമയം ഈ മറുപക്ഷത്ത് എന്താണ്? ഇത് വിശാലമായ അർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ഇതെങ്ങനെ സാധിക്കും? ഇത് ലിങ്ക്ഡാണ് എന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും പൊതുവെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാർജർ പിക്ചറിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിയെ കാണാനാവൂ. അതെങ്ങനെ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇത് ഭൗതികവാദമാണ്. കാരണം ഇത് ഭൗതികതയാണ്. ഇത് പണത്തിന് പണം തന്നെ വേണം. സംസ്ഥാന ഖജനാവ് ഗാലിയാണ്. ഇത് പണം ആവശ്യമുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ചേരുക? ഇനി രണ്ടാമത്തെ വൈരുദ്ധ്യം എന്താണ്? ഇവിടെ CPI CPM ഏകോത്തര സഹോദരങ്ങളെ പോലെ പോകുന്നുണ്ട്. വിഖ്യാതമായ ഒരു രീതിയുണ്ട്. മുന്നണി സംവിധാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടെ എപ്പോഴും പറയുകയാണ്, ഞങ്ങളുടെ മുന്നണി സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കണ്ടുപഠിക്കൂ, അവിടുത്തെ ഏകോപനം കണ്ടുപഠിക്കൂ. ഇവിടെ യാതൊരു ഏകോപനവുമില്ല. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ വലിയ കലവറയാണ്. ഒരേ കാര്യത്തെ തന്നെ മുന്നണിയിലെ രണ്ട് പ്രമുഖ കക്ഷികൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. അത് രണ്ടാമത്തെ വൈരുദ്ധ്യം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, രണ്ട് പാർട്ടികളുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. അതാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത്. CPMന്റെ നിലപാട് അത് തന്നെയാണ്, CPIയുടെ നിലപാടും അത് തന്നെയാണ്. പക്ഷെ ഭരണതലത്തിൽ വരുമ്പോഴേക്കും ചില വിട്ടുവീഴ്ചകൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടി വരുമെന്ന്. അവിടെയാണ് ശ്രീ മഞ്ജുഷ, അവിടെയാണ് കോംപ്രമൈസ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ തീസിസ്, ആന്റിതീസിസ് ആൻഡ് സിന്തസിസ് എന്നാണല്ലോ പറയുക. ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നു, അതിന് ഘടക വിരുദ്ധമായ ഒരാശയം മറുപക്ഷത്ത് വരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനത്തിൽ മൂന്നാമതൊരാശയം, ഒരു വയാമീഡിയ എന്ന നിലയിൽ ഇത് രണ്ടുമല്ല, മൂന്നാമതൊരെണ്ണം വരുന്നു. ആ മൂന്നാമത്തെ ആശയത്തിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ കേന്ദ്ര നയങ്ങൾ ആ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ കാവ്യവൽക്കരണം, വിതിൻ കോഡ് കാവ്യവൽക്കരണം എന്ന് പറയുന്ന ആ രീതിയിലുള്ള നിബന്ധനകൾ ഒന്നും ആ രീതിയിൽ സിലബസിലെ പരിഷ്കരണം ഉൾപ്പെടെ, സിലബസിൽ നിന്നും ചില നിർണായക ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് ഉൾപ്പെടെ നടക്കില്ല. അതേസമയം ഫണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. സന്ദീപ് പറയുകയും ചെയ്തു, കേന്ദ്രം ഇത് വെറുതെ ഫണ്ട് തന്നിട്ട് നിങ്ങൾ നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നവരല്ല. അവിടെ നിരീക്ഷണം ഉണ്ടാകും, വിലയിരുത്തലുകൾ ഉണ്ടാകും. അവിടെയാണ് സമഗ്രമായി ഇതിനെ കാണേണ്ടത്. ഈ ഒരു കാര്യത്തെ ഒരു ടോട്ടൽ പിക്ചർ പലപ്പോഴും നമ്മൾ മറക്കുന്നു. ഇതൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികളിൽ ഒന്നാണ് PM ശ്രീ പദ്ധതി. അപ്പോൾ അതിനെ ഈ ലാർജർ കോണ്ടെക്സ്റ്റിൽ നിന്നും അടർത്തിയെടുത്ത് PM ശ്രീയെ നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം വൈരുദ്ധ്യം എന്താണുള്ളത്? ശരി, ഓക്കെ ജയകൃഷ്ണൻ, ഈ ഒരു